ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അരി അരയ്ക്ക് കുതിർക്കുക ഒന്നും ചെയ്യാതെ റവ ഉപയോഗിച്ച് അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ അതല്ലെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മൈദ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മൈദ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ അപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ കൂടെ എടുത്തിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എല്ലാം ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ഫെർമെൻറ്റ് ചെയ്തതിന് ശേഷം ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതിനായിട്ട് ഷുഗറും ഇളം ചൂടുള്ള വെള്ളവും ഈസ്റ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല രീതിയിൽ പൊങ്ങിക്കിട്ടും. 2 കപ്പ് ഇളം ചൂട് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടിയിട്ടുള്ളത്, നല്ല കുറുകിയൊരു കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കാം. സാധാരണ രീതിയിലുള്ളൊരു ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പൊങ്ങി വരും. ഇപ്പോൾ ഇവിടെ തണുപ്പൊക്കെ ആയത് കാരണം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ എന്തായാലും എടുക്കും. അപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഓരോരുത്തരുടെ ക്ലൈമറ്റിനനുസരിച്ചും ടൈമിൽ ചേഞ്ച് ഉണ്ടാവും. പക്ഷേ സാധാരണ നമ്മളൊരു അപ്പത്തിൻ്റെ മാവൊക്കെ പൊങ്ങി വരുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു മാവ് പൊങ്ങി വരും. ഇപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയ സമയത്ത് നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് സമയത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നല്ല ഈസ്റ്റ് തന്നെ നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പൊങ്ങി കിട്ടില്ല. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ അപ്പങ്ങളായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാനിതിൻ്റെ സൈഡൊന്നിങ്ങനെ തവി വെച്ചിട്ടൊന്നിങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ അപ്പച്ചട്ടിയിലും ചുട്ടെടുക്കാം. അതുപോലെ തന്നെ സാധാരണ അപ്പത്തിൻ്റെ മാവ് കൊഴിച്ചിട്ട് നമ്മളിങ്ങനെ ചുറ്റിച്ചെടുക്കില്ലേ, അതുപോലെയും വേണമെങ്കിൽ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോരി ഒഴിച്ചിട്ട് അതുപോലെ കുറച്ച് കട്ടിയിൽ ഇങ്ങനെ ചുട്ടെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ ബബിൾസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെൻറ്റർ പോർഷനിലൂടെ ബബിൾ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം കഷ്ടിച്ചൊരു മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു അപ്പം റെഡിയായി കിട്ടും. ഇതിൽ നമുക്ക് പാനിൽ എണ്ണ തടവേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള മാവുകളൊക്കെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഈ ഒരു അപ്പം ഞാൻ സെർവ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള ഫിഷ് മോളിയുടെ കൂടെയാണ്. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഇത് പുറത്ത് തന്നെ ഇരുന്നാലും പെട്ടെന്നൊന്നും ഡ്രൈ ആയി പോവില്ല. ഇത് ഇതുപോലെ തന്നെ സോഫ്റ്റായിട്ട് തന്നെ ഇരുന്നോളും. അതുപോലെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ഈ ഒരു അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനാബിൾ ചെയ്തിടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ല റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.